പഠിക്കാൻ പോകുന്നത് NCERT ക്ലാസ് 6ലെ ചാപ്റ്റർ 4 ഹിസ്റ്ററി ഇൻ ദ ഏർലി സിറ്റീസിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കാണണം കേട്ടോ. സോ ദിസ് ടോപ്പിക് ഈസ് ഫുഡ് ഫോർ പീപ്പിൾ ഇൻ ദ സിറ്റീസ്. അപ്പോൾ പീപ്പിളിന് എങ്ങനെയാണ് ഫുഡ് കിട്ടിയിരുന്നത്, നമ്മൾ ഹാരപ്പനെ കുറിച്ചും മോഹൻജദാരോനെ കുറിച്ചും അവിടെയുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈല് എങ്ങനെയായിരുന്നു, ബിൽഡിങ്സ് എങ്ങനെയായിരുന്നു, സ്ട്രീറ്റ് ഡ്രെയിനേജ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അവരുടെ ഫുഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. While many people lived in the cities, others living in the countryside grew crops and reared animals. കൺട്രി സൈഡിലുള്ള പീപ്പിൾസൊക്കെ എന്ത് ചെയ്തു, ഇങ്ങനെ ക്രോപ്സും അതുപോലെ തന്നെ ആനിമൽസിനൊക്കെ വളർത്താൻ തുടങ്ങി. റിയറിങ് മീൻസ് വളർത്തുക. ഓക്കെ, these farmers and herders supplied food to craft persons, scribes and rulers in the cities. അപ്പോൾ ഇവരാണ് ഈ ഫാമേഴ്സ് ആൻഡ് ഹെർഡേഴ്സൊക്കെയാണ് സിറ്റീസിലുള്ള റൂളേഴ്സിനും സ്ക്രൈബുകൾ അങ്ങനെ എഴുതുന്ന ആൾക്കാർ, അങ്ങനത്തെ ക്രാഫ്റ്റ് പേഴ്സൺസ് ഓരോന്ന് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തത്. ഓക്കെ, വി നോ ഫ്രം റിമൈൻസ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ദ ഹാരപ്പ ഗ്രൂ വീറ്റ്, ബാർലി, പൾസസ്, പീസ്, റൈസ്, സീസൈം, ലിൻസീഡ് ആൻഡ് മസ്റ്റാർഡ്. അപ്പോൾ കുറേ റിമൈൻസൊക്കെ ഹാരപ്പയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, അതായത് ആർക്കിയോളജിസ്റ്റിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു, വീറ്റ്, ബാർലി, പൾസസ്, പീസ്, റൈസ്, സീസൈം, ലിൻസീഡ് ആൻഡ് മസ്റ്റാർഡൊക്കെ ഹാരപ്പയിൽ ഉണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ ഹാരപ്പയിൽ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു എന്ന്. എ ന്യൂ ടൂൾ, the plow, was used to dig the earth for turning the soil and planting seeds. ഒരു പുതിയതായിട്ടൊരു ടൂൾ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് പ്ലോ, അല്ലെങ്കിൽ ഇന്നത്തെ കലപ്പ എന്നൊക്കെ പറയും, ചിലപ്പോൾ അറിയുണ്ടാകും. ഓക്കെ, അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ഡിഗ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, എർത്ത് ഡിഗ് ചെയ്യുക, അതായത് എന്തെങ്കിലും നടാൻ വേണ്ടിയിട്ട് ഡിഗ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ പ്ലോ. While real plows, which were probably made of wood, have not survived, ടോയ് മോഡൽസ് ഹാവ് ബീൻ ഫൗണ്ട്. പക്ഷേ റിയൽ പ്ലോസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല, ടോയ് മോഡൽസൊക്കെ ആയിരുന്നു കൂടുതൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആസ് ദിസ് റീജിയൻ ഡസ് നോട്ട് റിസീവ് റെയിൻഫോൾ, സം ഫോം ഓഫ് ഇറിഗേഷൻ മേ ഹാവ് ബീൻ യൂസ്ഡ്. ദിസ് മീൻസ് ദാറ്റ് വാട്ടർ വാസ് സ്റ്റോർഡ് ആൻഡ് സപ്ലൈഡ് ടു ദ ഫീൽഡ്സ് വെൻ ദ പ്ലാന്റ് വർ ഗ്രോയിങ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇറിഗേഷന് വേണം ഈ ഇങ്ങനത്തെ ക്രോപ്സൊക്കെ കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെയിൻഫോൾ അവർക്ക് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ വാട്ടറൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ സ്റ്റോറായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു അവയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുത്തിരുന്നത്. ഓക്കെ, ദ ഹാരപ്പൻസ് റിയർഡ് കാറ്റൽ, ഷീപ്പ്, ഗോട്ട് ആൻഡ് ബഫലോ. വാട്ടർ ആൻഡ് പാസ്റ്റേഴ്സ് വർ അവൈലബിൾ അറൗണ്ട് ദ സെറ്റിൽമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അവർ മെയിനായിട്ട് ഇങ്ങനെ റിയർ ചെയ്തല്ലെങ്കിൽ വളർത്തിയത് ഷീപ്പ്, ഗോട്ട് ആൻഡ് ബഫലോ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ വാട്ടറും പാസ്റ്റേഴ്സൊക്കെ അവർക്ക് എവിടെ നിന്ന് കിട്ടി, അവരുടെ സെറ്റിൽമെൻറ്റിൻ്റെ അടുത്ത് തന്നെ അവൈലബിൾ ആയിരുന്നു. ഹവർ ഇൻ ദ ഡ്രൈ സമ്മർ മന്ത്സ് large herds of animals were probably taken to greater distance in search of grass and water. അപ്പോൾ ഇങ്ങനത്തെ സമ്മർ സീസണൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല, ഫുഡൊന്നും അവൈലബിൾ ആയിരിക്കില്ല. ഈ സമയത്ത് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഗ്രേറ്റർ ഡിസ്റ്റൻസിലേക്ക് പോയിട്ടായിരുന്നു ഈ ഗ്രാസും വാട്ടറൊക്കെ ഇങ്ങനെ കണ്ടെത്തിയിരുന്നത്. ദേ ഓൾസോ കളക്റ്റഡ് ഫ്രൂട്ട്സ് ലൈക്ക് ബെയർ, കോഡ് ഫിഷ് ആൻഡ് 100 വൈൽഡ് ആനിമൽസ് ലൈക്ക് ആൻറ്റലോപ്പ്. അപ്പോൾ അവർ ബെർ ഫ്രൂട്ട് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഏകദേശം ഒരു ചൈനീസ് ബെറി അല്ലെങ്കിൽ ചൈനീസ് ഡേറ്റ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഒരു ആപ്പിളിൻ്റെ ഒക്കെ ഒരു ഫോം അല്ല, അങ്ങനത്തെ ഒരു ഷേപ്പുള്ള ഒരു ഫ്രൂട്ടാണ് ബെർ ഫ്രൂട്ട്. പിന്നെ അവർ മീൻ പിടിക്കുമായിരുന്നു, അപ്പോൾ അത് വൈൽഡ് ആനിമൽസ് ആയിട്ടുള്ള ആൻറ്റിലോപ്പുകളൊക്കെ പോലെ അവർ പിടിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് അവരുടെ ഫുഡ് ആൻഡ് സ്റ്റൈല്. എ ക്ലോസർ ലുക്ക് ഹാരപ്പൻ ടൗൺസ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലുള്ള ഹാരപ്പൻ ടൗൺസിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പോവാണ്. ദ സിറ്റി ഓഫ് ദൊലാവിറ എന്ന സിറ്റി, അതായത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി ഖാദിർ ബെയ്ത്ത് ഇൻ ദ റാൻ ഓഫ് കച്ചിലെ ഖാദിർ ബെയ്ത്തിലായിരുന്നു ഈ ദൊലാവിറ എന്ന സിറ്റി ഉണ്ടായിരുന്നത്. വേർ ദർ വാസ് എ ഫ്രഷ് വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ. ഈ സൈഡിൽ എങ്ങനെയാണ് അത്യാവശ്യം നല്ല ഫ്രഷ് വാട്ടറും കിട്ടും, പിന്നെ നല്ല ഫലഭൂഷ്ടമായ, അതായത് ഫെർട്ടൈൽ സോയിലായിരുന്നു. Unlike some of the other Harappan cities which were divided into 2 parts. അപ്പോൾ ഹാരപ്പൻ സിറ്റീസ് നമ്മൾ പറഞ്ഞു 2 parts ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്, ഓർമ്മയുണ്ടോ? എനിബഡി ക്യാൻ ഗസ്? യാ, ഫസ്റ്റ് എന്ന് വെച്ചാൽ സിറ്റാഡലായിരുന്നു, പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിയുമ്പോൾ സ്മോൾ ടൗൺ ആയിരുന്നു. ഓക്കെ, ദൊലാവിറ വാസ് ഡിവൈഡഡ് ഇൻ ടു 3 parts. അപ്പോൾ ദൊലാവിറ 3 parts ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈച്ച് പാർട്ട് വാസ് സറൗണ്ടഡ് വിത്ത് മാസീവ് സ്റ്റോൺ വാൾസ് വിത്ത് എൻട്രൻസസ് ത്രൂ ഗേറ്റ് വേസ്. അപ്പോൾ ചുറ്റും എങ്ങനെയാണ് മാസീവായിട്ടുള്ള വലിയ വലിയ സ്റ്റോൺ വാൾസും, പിന്നെ അതിനൊരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് ഗേറ്റ് വേ കൂടെ ആയിരുന്നു. ദർ വാസ് ഓൾസോ എ ലാർജ് ഓപ്പൺ ഏരിയ ഇൻ ദ സെറ്റിൽമെൻറ്റ് വേർ ദ പബ്ലിക് സെറമണീസ് കുഡ് ബി ഹെൽഡ്. And other finds also a large letters of the Harappan script that were carved out of white stones and perhaps inlaid in wood. Okay,
അപ്പം ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള സെറിമണീസ് അതായത് പബ്ലിക്കായിട്ടുള്ള ഫങ്ഷൻസൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു ലാർജ് സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ അവരുടെ ഇങ്ങനെ വാൾസൊക്കെ നോക്കിയാൽ, ചുമരുകളൊക്കെ നോക്കിയാൽ തന്നെ അതിലിങ്ങനെ കൊത്തി വെച്ചതുപോലെയൊക്കെ വൈറ്റ് സ്റ്റോണിൽ കൊത്തി വെക്കുക അല്ലെങ്കിൽ വുഡ്സിലൊക്കെ കൊത്തി വെച്ച പോലെ കാണാൻ പറ്റും. ദിസ് ഈസ് എ യുണീക് ഫൈൻഡ് ആസ് ജനറലി ഹാരപ്പൻ റൈറ്റിംഗ് ഹാസ് ബീൻ ഫൗണ്ട് ഓൺ എ സ്മോൾ ഒബ്ജക്ട്സ് സച്ച് ആസ് സീൽസ്. പക്ഷേ ഇത് കുറച്ച് യുണീക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത റൈറ്റിങ്സിനെ കുറിച്ചൊക്കെ ഈ സ്ക്രൈബുകളൊക്കെ എഴുതിയിരുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ മെയിൻലി ഇങ്ങനെ ചെറിയ സ്റ്റോണുകളായിട്ടുള്ള സീൽസിലായിരുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് കുറച്ച് ചുമരുകളിലൊക്കെ അവരിങ്ങനെ കൊത്തിവെച്ച് എഴുതിയ പോലുള്ള രചനകൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ആർക്കിയോളജിസ്റ്റ്. ഇനി ദ സിറ്റി ഓഫ് ലോത്തൽ സ്റ്റുഡ് വിസൈഡ് എ ട്രിബ്യൂട്ടറി ഓഫ് സബർമതി ഇൻ ഗുജറാത്ത് ക്ലോസ് ടു ദ ഗൾഫ് ഓഫ് ഖമ്പത്ത്. ഓക്കെ, അപ്പോൾ ഈ ലോത്തൽ എന്ന സിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം എവിടെയായിരുന്നു? ഒരു സബർമതി എന്ന് പറയുന്നത് ഒരു റിവറാണ് ഗുജറാത്തിലുള്ള. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ ഗാന്ധിജി, ഫാദർ ഓഫ് നാഷൻ, സബർമതി ആശ്രമം ആ ഒരു സൈറ്റിലായിരുന്നു. അദ്ദേഹം പോർബന്തറിലായിരുന്നു ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദണ്ഡി മാർച്ച് എന്നൊരു, അതായത് ഉപ്പു സത്യാഗ്രഹം ഉണ്ടായിരുന്നു. ഈ ദണ്ഡി മാർച്ച് ഗുജറാത്തിലായിരുന്നു. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ വഴിയുണ്ട് സബർമതി. അപ്പോൾ സബർമതിയുടെ അടുത്തായിരുന്നു ഈ സിറ്റി ഓഫ് ലോത്തൽ. ഓക്കെ, ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് നിയർ ഏരിയാസ് വെർ റോ മെറ്റീരിയൽസ് സച്ച് ആസ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് വെർ ഈസിലി അവൈലബിൾ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരുപാട് സെമി പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്റ്റോൺസ് ഉണ്ടായിരുന്നു. ദിസ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഫോർ മേക്കിംഗ് ഒബ്ജക്ട്സ് ഔട്ട് ഓഫ് സ്റ്റോൺ, ഷെൽ ആൻഡ് മെറ്റൽ. അപ്പോൾ ഈ ഒരു ഏരിയ മെയിനായിട്ട് ഇങ്ങനെ സ്റ്റോണും ഷെല്ലും മെറ്റൽസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. ദർ വാസ് ഓൾസോ എ സ്റ്റോർ ഹൗസ് ഇൻ ദ സിറ്റി. മെനി സീൽസ് ആൻഡ് സീലിങ്സ് വർ ഫൗണ്ട് ഇൻ ദ സ്റ്റോർ ഹൗസ്. അപ്പോൾ സ്റ്റോർ ഹൗസിൽ ഒരുപാട് സീൽസും സീലിങ്സൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, a building that was found here was probably a workshop for making beads, piece of stone, half-made beads, tools of making braid making and finished beads have been found here. അപ്പോൾ ഇത് മെയിനായിട്ട് ബീഡ്സിൻ്റെ വർക്ക്ഷോപ്പുള്ളൊരു ബിൽഡിംഗ് ഒക്കെ അവിടുന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ മെയിനായിട്ട് ഒരുപാട് ബീഡ്സിൻ്റെ പീസസ്, പിന്നെ ബീഡ്സ് പൊട്ടി ബീഡ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ ടൂൾസാണ് ബീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്, പിന്നെ ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ബീഡ്സ്, മുത്തുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ഒരു ബ്ലൂ ബോക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സെയിൽസ് ആൻഡ് സെയിലിങ്സ്. Seals may have been used to stamp bags or packets containing goods that were sent from one place to another. After a bag was closed or tied, a layer of wet clay was applied on the knot and the seal was pressed on it. The impression of the seal is known as sealing. If the sealing was intact, one could be sure that the goods have arrived safely. ഓക്കെ, അപ്പോൾ സീലിങ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇവരിങ്ങനെ ഈ പാക്കറ്റ്സിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ സീൽ വെക്കുമായിരുന്നു. എന്നിട്ട് ഈ പാക്കറ്റ്സ് എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുവിടും, അല്ലെങ്കിൽ ഇങ്ങനെ അയക്കും. അപ്പം ഏകദേശം ഈ ഇങ്ങനെ ക്ലോസ് ആയിട്ടായിരിക്കും ഇങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് അവസാനമാണ് ഇങ്ങനെ ഒരു കെട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെറ്റ് ക്ലേ വെച്ചിട്ട് സീലൊക്കെ അവർ കൊത്തി വെച്ചതൊക്കെ ഒരു വെറ്റ് ക്ലേ അതിൽ മുക്കിയിട്ടാണ് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ ഇംപ്രഷൻ ഓഫ് സീലിൻ്റെ ഇംപ്രഷൻ നമ്മൾ എന്ത് വിളിക്കുന്നു? സീലിംഗ് എന്നാണ് പറയുക. അപ്പോൾ സീൽസ് കറക്റ്റ് ആണെങ്കിൽ എന്ന് വെച്ചെത്തി ആ സംഭവം ഇങ്ങനെ സെറ്റായിട്ട്, അതായത് നല്ല രീതിയിൽ തന്നെ അവിടെ സേഫായിട്ട് എത്തിയതാണ്. അപ്പോൾ ലാസ്റ്റ് സെൻറ്റൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇഫ് ദ സീലിംഗ് വാസ് ഇൻടാക്ട്, വൺ കുഡ് ബി ഷുവർ ദാറ്റ് ദ ഗുഡ്സ് ഹാഡ് അറൈവ്ഡ് സേഫ്ലി. ഓക്കെ, ഇനി ദ മിസ്റ്ററി ഓഫ് ദ എൻഡ്. അപ്പോൾ അവസാനത്തിലുള്ള എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്, എന്തോ ഒരു വശപശക്ക് പോലെ, സീക്രട്ട് പോലെ. ഓക്കെ, സോ അറൗണ്ട് 3,900 years ago, we finished the beginning of a major change. അപ്പോൾ 3,900 years മുന്നേ ആയപ്പോൾ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ച് നോക്കാം. അതായത് പീപ്പിൾ എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകൽ നിർത്തി. അതുപോലെ തന്നെ റൈറ്റിങ്ങും സീൽസൊന്നും പിന്നെ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെയ്റ്റ്സൊക്കെ നമ്മൾ പറഞ്ഞു, ഈ അളക്കുന്ന 500 ഗ്രാമിൻ്റെ വെയിറ്റൊക്കെ നിങ്ങൾ പണ്ട് കാലത്ത് കണ്ടിട്ടുണ്ടാകും. അതൊന്നും അധികം എന്തായാലും യൂസ് ചെയ്തില്ല. പിന്നെ റോ മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ കുറയാൻ തുടങ്ങി. കോട്ടണൊക്കെ പോലത്തെ റോ മെറ്റീരിയൽസ്. മൊഹൻജദാരോയിൽ എന്ത് ചെയ്യും? ഫുള്ള് ഇങ്ങനെ സ്ട്രീറ്റ്സിലൊക്കെ ഇങ്ങനെ ഗാർബേജസൊക്കെ ഇങ്ങനെ കുന്നുകൂടിയേ, പൈൽഡ് അപ്പ് ഗാർബേജസ്. ഓക്കെ, അതിൻ്റെ ഡ്രെയിനേജൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയി അല്ലെങ്കിൽ ബ്രോക്കായിപ്പോയി. അതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്സൊക്കെ ഇങ്ങനെ തകർന്നു പോയി. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഓക്കെ, വൈ ഡിഡ് ഓൾ ദിസ് ഹാപ്പൻ? ഇത് സംഭവിക്കാൻ എന്താണ് കാരണം? ഓക്കെ, വി ആർ നോട്ട് ഷുവർ, നമുക്ക് അറിയില്ല. കാരണം അത് ആർക്കിയോളജിസ്റ്റിനെ അറിയുന്നുണ്ടാവുള്ളൂ. സം സ്കോളേഴ്സ് സജസ്റ്റ് ദാറ്റ് ദ റിവേഴ്സ് ഡ്രൈഡ് അപ്പ്. ചിലർ പറഞ്ഞു റിവേഴ്സൊക്കെ ഡ്രൈഡ് അപ്പ് ആയതുകൊണ്ടാണ്. സം സജസ്റ്റ് ദാറ്റ് ദർ വർ ഡിഫോറസ്ട്രേഷൻ. അപ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി മുറിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു.
This could have happened because the fuel was required for baking bricks and for smelting copper ores. അപ്പോൾ ഇത് ഉണ്ടാവാൻ കാരണം ഒന്നുകിൽ ഇങ്ങനെ ഫ്യൂവലൊക്കെ ആവശ്യമാണല്ലോ എന്തിന്, ഇങ്ങനെ ബ്രിക്സൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോപ്പറൊക്കെ ഇങ്ങനെ സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഉരുക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടും ഫ്യൂവൽ വേണം. ബിസൈഡ്സ്, grazing by large herd of cattle, sheep and goat may have destroyed the green cover. അങ്ങനെ ഒരുപാട് ഇങ്ങനെ കാറ്റിൽസിനൊക്കെ ഇങ്ങനെ റിയർ ചെയ്ത് അവസാനം എന്തായി, ആ ഗ്രീൻ കവർ അതായത് പച്ചപ്പൊക്കെ പോയി. ഓക്കെ, ഇൻ സം ഏരിയാസ് ദർ വർ ഫ്ലഡ്സ്, ചില ഏരിയാസിൽ എന്തുണ്ടായിരുന്നു, ഫ്ലഡ്സ് ഉണ്ടായിരുന്നു. ബട്ട് നൺ ഓഫ് ദിസ് റീസൺ ക്യാൻ എക്സ്പ്ലെയിൻ ദ എൻഡ് ഓഫ് ഓൾ സിറ്റീസ്. അപ്പോൾ ഈ കുറേ റീസൺസ് നമ്മൾ പറഞ്ഞു, അതായത് വെള്ളം കുറഞ്ഞു, അത് ഗ്രീനറി കുറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗാർബേജസൊക്കെ പൈൽഡപ്പായി, ഡ്രെയിനേജസ് ബ്ലോക്ക് ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തില്ല, ഫുള്ള് നമുക്കൊരു ഉത്തരം കിട്ടിയില്ല. ഓക്കെ, ഫ്ലഡിങ് ഓർ റിവർ ഡ്രൈയിങ് അപ്പ് കുഡ് ഹാവ് എഫക്റ്റ് ഇൻ സം ഓഫ് ഏരിയാസ്. ചില ഏരിയാസിലൊക്കെ ഫ്ലഡിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ വരൾച്ചയൊക്കെ ഉണ്ടായതായിരിക്കാം ഒരു കാരണം. ഓക്കെ, it appears as if rulers lost control. In any case, the effects of the change are quite clear. Sites in Sindh and West Punjab, that is present-day Pakistan, were abandoned, and while many people moved into newer, smaller settlements to the east and south. Okay, അപ്പോൾ റൂളേഴ്സിന് ഒരു പക്ഷേ കൺട്രോൾ പോയതൊക്കെ ആയിരിക്കാം, അതായത് അവരുടെ ഭരണം നഷ്ടപ്പെട്ടതുകൊണ്ടൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് അവർ ചിന്ത ചെയ്ത് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഈ ഏരിയാസ്, അതായത് ഇപ്പോഴത്തെ സിന്ധ് എന്ന് പറയും, ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ്, അത് പണ്ട് പഞ്ചാബിൻ്റെ സൈഡിലായിരുന്നു, പിന്നെ വെസ്റ്റ് പഞ്ചാബും അതും പാകിസ്ഥാനിലാണ്. ഈ പ്ലേസ് ഇങ്ങനെ അബാൻഡൻ ചെയ്തു, അത് ഉപേക്ഷിക്കപ്പെട്ടു. എന്നിട്ട് പീപ്പിൾ എന്ത് ചെയ്തു, ദേ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ദാറ്റ് ഈസ് മെയിൻലി ദേ ഫോക്കസ്ഡ് ഓൺ ഈസ്റ്റ് ആൻഡ് സൗത്തും ഈസ്റ്റ് ആയിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ന്യൂ സിറ്റീസ് എമേർജ്ഡ് അബൌട്ട് 1400 years later. You will read from them 6 and 9. ഓക്കെ, 6 and 9 ചാപ്റ്ററിൽ മെയിൻലി 1400 years ago മുന്നേയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. Elsewhere, find Egypt in your atlas. Most of the Egypt is a dry desert except for the lands along the river Nile. അപ്പോൾ ഈജിപ്ത് ഡ്രൈ ഡെസേർട്ടാണ്, പക്ഷേ നൈൽ നദി എന്ന് കേട്ടിട്ടുണ്ടാകും. നൈൽ നദിയുടെ ചുറ്റും ഏകദേശം ഒരു നല്ലൊരു വാട്ടർ കിട്ടുന്ന ഏരിയാസ് ആയിരുന്നു. 5000 വർഷങ്ങൾക്ക് മുന്നേ ഈജിപ്റ്റ്സ് മെയിനായിട്ട് ഭരിച്ചിട്ടുണ്ടായിരുന്നത് കിങ്സ് ആയിരുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്യും, ഇങ്ങനെ ആൾക്കാരൊക്കെ പീപ്പിൾസിനെയൊക്കെ ഡിസ്റ്റൻസ് സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഇങ്ങനെ ഗോൾഡ്, ടിമ്പർ, സിൽവറൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമായിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവർ വേറെ കൂടാതെ തന്നെ അവരെന്ത് ചെയ്തു, വലിയ വലിയ ടോംബുകൾ, അതായത് കുടീരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിനാണ് പിരമിഡ്സ് എന്ന് പറയാറ്. പക്ഷെ അതിനുശേഷം ഈ പിരമിഡ്സ് ഉണ്ടാക്കിയതിന് ശേഷം അവർ മരിക്കുന്ന സമയത്ത് വെൻ ദേ ഡൈഡ്, ദ ബോഡീസ് ഓഫ് കിങ്സ് വർ പ്രിസർവ്ഡ് ആൻഡ് ബറീഡ് ഇൻ ദീസ് പിരമിഡ്സ്. അങ്ങനെ അവർ മരിച്ചതിന് ശേഷം ഈ ബോഡിയൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്തിട്ട് ഇങ്ങനെ പിരമിഡ്സിനകത്താക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അതിനെയാണ് പിന്നെ മമ്മീസ് എന്ന് പറയാറ്. മമ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിംസൊക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലൊക്കെ പറയുന്ന ഫറോവ അല്ലെങ്കിൽ ഫിറൗന്, ഇതൊക്കെ ഇപ്പോഴും പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ മമ്മീസിലായിരുന്നു. ഈജിപ്ഷ്യനായിരുന്നു ഇവരൊക്കെ, ഈ ഫിറോവ അല്ലെങ്കിൽ ഫറോവ എന്ന ആളൊക്കെ. എ ലാർജ് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് വർ ഓൾസോ ബറീഡ് വിത്ത് ദം. അപ്പോൾ അവരുപയോഗിച്ച ഒരുപാട് ഒബ്ജക്ട്സൊക്കെ അവരുടെ കൂടെ ബറീഡ് ആയിരുന്നു. അങ്ങനെ കുറച്ച് പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്തിട്ടാണ്, കേട് വരാതിരിക്കാൻ. മനുഷ്യ ശരീരമല്ലേ, എന്തായാലും കേട് വരുമല്ലോ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവർ ബറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ദീസ് ഇൻക്ലൂഡഡ് ഫുഡ് വേണം, ഡ്രിങ്ക്സ്, ക്ലോത്ത്സ്, ഓർണമെൻറ്റ്സ്, യൂട്ടൻസിൽസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, വെപ്പൺസ് ആൻഡ് ആനിമൽസ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നു അവരെ ബറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും അല്ലേ? And sometimes even serving men and women were buried with the rulers. They are amongst the most elaborate burials known in the world history. Okay, ചില സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ, അതായത് സെർവൻസിനൊക്കെ അവരുടെ കൂടെ തന്നെ അടക്കുമായിരുന്നു. അവർക്ക് ഇനി ഭാവിയിലേക്ക് യൂസ് ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ആൾക്കാരിലൊക്കെ ഉണ്ടായിരുന്നത്. ചിലതൊക്കെ ഇങ്ങനെ വേൾഡ് ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ മമ്മി, അതുപോലെ തന്നെ ഫറോവ അല്ലെങ്കിൽ ഫിറൗൻ, ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ കുറച്ച് പാർട്സൊക്കെ ആയിരുന്നു. സിമ്പിളായിട്ട് മനസ്സിലാക്കിയാലും മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ബി ഡിസ്കസിങ് ഓൺ ഹൗ ഡു ആർക്കിയോളജിസ്റ്റ് നോ ദാറ്റ് ദ ക്ലോത്ത്സ് വർ യൂസ്ഡ് ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ. സോ ഹാരപ്പൻ സിവിലൈസേഷനിൽ ക്ലോത്ത്സൊക്കെ യൂസ് ചെയ്തിരുന്നു എന്നെങ്ങനെ ആർക്കിയോളജിസ്റ്റിന് മനസ്സിലായി. ഫസ്റ്റ് ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, കോട്ടൺ ഗ്രോ ചെയ്തിരുന്നു. 7000 years ago കോട്ടൺ ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മെഹർഗഡ് അല്ലെങ്കിൽ ആ സ്ഥലത്തായിരുന്നു മെയിനായിട്ട് കോട്ടൺ ഗ്രോ ചെയ്തിട്ടുള്ളത് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്.
പിന്നെ പറഞ്ഞു വെച്ചാൽ ഹരപ്പയിൽ നിന്ന് കിട്ടിയ ഒരു സിൽവർ വേസിൽ കുറച്ച് കോപ്പർ ഒബ്ജക്ട്സിലൊക്കെ എന്തായി ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് സ്പിൻഡിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടെറാക്കോട്ട ആൻഡ് ഫിയാൻസെ, ഒരു ക്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷനാണ്. പിന്നെ ഒരുപാട് നമുക്കൊരു സ്റ്റോണിൽ കുത്തി വെച്ചിട്ടുള്ള, അതായത് പേജ് നമ്പർ 30 ഒരു മാനിനെ കാണാം. അയാളുടെ ഒരു സ്റ്റോണിൽ കുത്തി വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു കുറച്ച് എംബ്രോയിഡറി ഡിസൈനിലുള്ള ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റും. അതിന്നൊക്കെ മനസ്സിലാക്കാം ഏകദേശം അവരുടെ ടൈമിൽ ക്ലോത്ത്സൊക്കെ യൂസ് ചെയ്തിരുന്നു എന്നൊക്കെ. സോ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുക. ഹൗ ഡു ആർക്കിയോളജിസ്റ്റ് നോ ദാറ്റ് ദ ക്ലോത്ത്സ് വർ യൂസ്ഡ് ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ? സോ മാച്ച് ദ കോളംസ്. ഫസ്റ്റ് വൺ ഈസ് ദ കോപ്പർ. കോപ്പർ എങ്ങനെയാണ്? അപ്പോൾ കോപ്പർ എന്ന് പറയുമ്പോൾ രാജസ്ഥാനിലെ ഫസ്റ്റ് ഒരു കോളത്തിൽ കോപ്പർ, ഗോൾഡ്, ടിൻ, പ്രഷ്യസ് സ്റ്റോൺസ്. സെക്കൻഡ് കോളത്തിൽ ഗുജറാത്ത്, അഫ്ഗാനിസ്ഥാൻ, രാജസ്ഥാൻ ആൻഡ് കർണാടക. ഓക്കെ, സോ കോപ്പർ മെയിനായിട്ട് രാജസ്ഥാനായിരുന്നു. സോ കോപ്പർ ഈസ് മെയിൻലി ഫ്രം രാജസ്ഥാൻ. സോ രാജസ്ഥാനായിരുന്നു കോപ്പർ. ഗോൾഡ് ഈസ് ഫ്രം കർണാടക. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സെഷനിൽ, കാണാത്തവർ നോക്കട്ടോ. ഇനി ടിൻ എന്ന് പറയുന്നത് മെയിനായിട്ട് അഫ്ഗാനിസ്ഥാനിലായിരുന്നു. ടിൻ ഈസ് ഫ്രം അഫ്ഗാനിസ്ഥാൻ. ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ് ഓൾസോ ഫ്രം അഫ്ഗാനിസ്ഥാൻ ആസ് വെൽ ആസ് ഗുജറാത്ത്. ഗുജറാത്താണ് നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ, പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇനി നെക്സ്റ്റ്, വൈ were metals റൈറ്റിംഗ് ദി വീൽ ആൻഡ് ദ പ്ലോ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഹാരപ്പൻസ്? അപ്പോൾ ഹാരപ്പൻസ് എന്തിനായിരുന്നു മെറ്റൽസിൽ എഴുതിയിരിക്കുന്നതും റൈറ്റിങ്ങിലൊക്കെ വീലും ഒക്കെ ഫ്ലോ ഒക്കെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം? സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഈ കണ്ടംപററി ഇന്ത്യയിൽ മെയിനായിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്ന കാര്യങ്ങൾ? എന്തൊക്കെയാണെന്ന് ഓർമ്മ ഉണ്ടോ? മെറ്റൽസൊക്കെ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ഹാരപ്പൻ ഇതിൽ? പ്ലോ എന്ന് പറയുന്നത് ഓൾഡ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. മെയിൻലി പഴയ കാലത്തുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്ലോ. പിന്നെ മെറ്റൽസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പറഞ്ഞു വെച്ചിട്ടാണ് മെറ്റൽസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റൈറ്റിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് അവരെന്ത് ചെയ്തു, സ്ക്രൈബുകളൊക്കെ വെച്ചിട്ട് സ്റ്റോണിൻ്റെ മുകളിലും സീൽസൊക്കെ ഫോം ചെയ്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലോയൊക്കെ എന്തായിരുന്നു, അവിടെ ഒരു കൃഷി നടന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന ടോയ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോയ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ടോയ് കാർട്ട് കാണാൻ പറ്റുന്നുണ്ട് പേജ് നമ്പർ 38. അതുപോലെ തന്നെ ഒരു പ്ലോനെ കുറിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഹരപ്പൻ സിവിലൈസേഷനിൽ. ഓക്കെ, സോ ഇനി question number 4 that let's discuss. Make a list of all the terracotta toys shown in the lesson. Which would you think children would have enjoyed playing with most? Okay, so toy cart പേജ് നമ്പർ 38 പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ നോക്കുക. പ്ലോ ആണെങ്കിലും ഒരു വുഡൻ പ്ലോയുടെ ഒരു പിക്ചർ 38 പിന്നെ ടെറാക്കോട്ട ടോയ്സ് ആയിരിക്കും ഇവർ മെയിനായിട്ട് പ്രിഫർ ചെയ്ത് പേജ് നമ്പർ 35 ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. Make a list of what the Harappans ate and put tick mark against the things you eat today. Okay, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹാരപ്പൻസ് കഴിച്ച എന്താ ഫുഡ് എന്നും അപ്പോൾ നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിനോട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഏതാണ് ഇപ്പോൾ കഴിക്കുന്നത് ടിക്ക് ചെയ്യണം. അപ്പോൾ ഹാരപ്പൻസ് കഴിച്ചത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീറ്റ്, ബാർലി, പൾസസ്, പീസ്, റൈസ്, അതുപോലെ തന്നെ സീസെയിം, ലിൻസീഡ്, മസ്റ്റാർഡ്, ഫ്രൂട്ട്സ് ഒക്കെയാണ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്? നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കഴിച്ചിട്ടുണ്ടാവും. ബാർലിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സൈഡിൽ കഴിക്കുന്ന കുറേ ആൾക്കാർ കഴിക്കുന്നുണ്ട്. ഓക്കെ, so do you think that the life of farmers and herders who supplied food to Harappan cities was different from that of farmers and herders that you read in chapter 3? Give reasons for your answer. അപ്പോൾ ചാപ്റ്റർ 3 ഫാമേഴ്സിനെയും ഹെർഡേഴ്സിനെയും കമ്പയർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഇതിൽ? സോ കണ്ടംപററി ഫാമേഴ്സ് മെയിനായിട്ട് പ്ലാന്റ്സും ഒക്കെ അവരായിട്ടുള്ള സിറിയൽസ്, പൾസസ്, ഫ്രൂട്ട്സ് ഒക്കെ അവരെന്ത് ചെയ്തു കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പോർഷനിൽ നമ്മൾ പ്ലോനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ എന്തുണ്ടായിരുന്നു, കൃഷിയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ റിയൽ പ്ലോസൊക്കെ വുഡൻ കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ഇതുവരെ സർവൈവ്ഡ് അല്ല. മറ്റേ അതിൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ദ പ്ലോ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്ലോ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ടോയ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവിടെ ഇറിഗേഷന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഇങ്ങനത്തെ വാട്ടർ സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ റെയിൻഫോളും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായതുകൊണ്ടാണ്. പിന്നെ ഹാരപ്പൻ സിവിലൈസേഷനിലെ ആൾക്കാർ കാറ്റൽസൊക്കെ റിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ സെറ്റിൽമെൻറ്റ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സമ്മർ സീസണൊക്കെ ആകുമ്പോൾ വേറെ ഡിസ്റ്റൻ്റ് ഏരിയയിലേക്ക് പോയി ഇൻ സെർച്ച് ഓഫ് ഗ്രേസിങ് ആസ് വെൽ ആസ് ഫുഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഫുഡ് ആൻഡ് വാട്ടർ.
ഇനി വേറെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഫാമേഴ്സിന് മെയിനായിട്ട് അവരുടെ കോട്ടൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോട്ടൺ ഈസ് ഗ്രോൺ ഇൻ 7000 years ago. ഈ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ 6 ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ലെറ്റ്സ് ഡൂവിൽ 7th ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ സ്ഥലത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ്, സെറിമണീസ് നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലേസസ് എവിടെയൊക്കെയാണെന്നൊക്കെ. മോസ്റ്റ്ലി നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യും. ആൻഡ് ബിൽഡിങ്സ് ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ആസ് വെൽ ആസ് schools for education of children. Then panchayat offices for meetings and problems related to പഞ്ചായത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 8, ആർ there any old buildings in your locality? Find out how they are and who looks after them. സോ നിങ്ങളുടെ നാട്ടിലുള്ള ബിൽഡിങ്സൊക്കെ നോക്കുക, ഓൾഡ് ബിൽഡിങ്സ് ഉണ്ടോയെന്ന്, ആരാണത് സർവൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ മോസ്റ്റ്ലി അതൊക്കെ സർവൈവ് ചെയ്തിട്ടുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ദേ ആർ അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇത് ഗവൺമെൻറ് കീഴിലാണ്. ഓക്കെ. ഇതോടുകൂടിയൊക്കെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ കൊടുത്തിരുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവറി വൺ.